എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മൊട്ടപ്പനും ആ മോൺസ്റ്ററും അവർ രണ്ടുപേരും ചേർന്ന് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. മൊട്ടപ്പനാണെങ്കിൽ ഹാമേ ഹാമേ പവർ അത് ആ മോൺസ്റ്ററിന് നേരെ ഉപയോഗിക്കും. പക്ഷെ ആ മോൺസ്റ്റർ ആണെങ്കിൽ വലിയ എക്സാജറേഷൻ ഒന്നും കൊടുക്കാതെ അവന്റെ പവർ ഉപയോഗിച്ച് മൊട്ടപ്പന്റെ തലയ്ക്കൊരു ഒറ്റയടി. ആ ഒരു അടിയിൽ മൊട്ടപ്പൻ ഫ്ലാറ്റായി ഇപ്പൊ തോൽവി സമ്മതിക്കും. അവനെ ഗോകു അവിടുന്ന് കൊണ്ടുപോവാണ്. പിന്നീട് സ്റ്റേജ് ഒക്കെ റെഡിയാക്കിയതിനു ശേഷം അടുത്തായിട്ട് മത്സരിക്കാൻ ഹാൻസം ബോയും ആ അപ്പാപ്പനും രണ്ടുപേരും വേദിയിലേക്ക് കടന്നു വരും. ഹാൻസം ബോയ് ആണെങ്കിൽ ആ അപ്പാപ്പനെ വളരെയധികം വില കുറച്ച് കാണും. അദ്ദേഹത്തെ കൊല്ലണ്ട, നൈസായിട്ട് അവരുടെ പുറകിലേക്ക് അങ്ങനെ തട്ടിയിടാന്ന് കരുതി അവനാണെങ്കിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് വരും. പക്ഷെ ആളാണെങ്കിൽ കോമാളി കളിച്ച് അവനെ പഞ്ച് ചെയ്യാണ്. നല്ല രീതിയിൽ 2 പഞ്ച് കിട്ടി. ബോയ് ആണെങ്കിൽ അങ്ങനെ അടിച്ചു വീഴും. ചുറ്റുമുള്ളവരെല്ലാവരും മനസ്സിലാക്കും ആ ഒരു കണ്ണാടിക്കാരൻ അപ്പാപ്പൻ ഒരു കോമാളിയല്ല, ആളൊരു പവർഫുൾ ആയ ആളാണ്. പക്ഷെ റോഷിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു വയസ്സായ ആളെ കുറിച്ച് ഞാൻ എവിടെയും കേട്ടിട്ടില്ല, ഇത്രയും പവർഫുൾ ആയ ആള് അദ്ദേഹത്തെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് ഇപ്പൊ ആളോട് ചോദിക്കും, സത്യം പറയും, നിങ്ങൾ ആരാ? കണ്ണാടിക്കാരൻ അപ്പാപ്പനാണെങ്കിൽ അവനെ നോക്കി ചിരിക്കും. നീ ഒരു വലിയ പാഠം അത് പഠിക്കാനുണ്ട്. ഒരാളുടെയും കഴിവിനെയും പവറിനെയും അവരുടെ ലുക്ക് കണ്ട് വിലയിരുത്താൻ പാടില്ല. കേട്ട് കൂടുതൽ പ്രകോപിതനായ നമ്മുടെ ഹാൻസം ബോയ് അവൻ ചാടി വന്ന് ഇപ്പൊ വീണ്ടും അപ്പാപ്പനെ അറിഞ്ഞം പുറഞ്ഞ് അട്ടിക്കുകയാണ്. അപ്പാപ്പനാണെങ്കിൽ ഒന്നും വിടാതെ അവന്റെ എല്ലാ പഞ്ചുകളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം കഴിഞ്ഞ തവണ അവന്റെ ഒടിഞ്ഞ കാലിൽ തന്നെ ഒന്നുകൂടെ കിക്ക് ചെയ്യാണ്. അവൻ വേദന കൊണ്ട് പൊളഞ്ഞ് താഴേക്ക് വീഴും. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, ഫസ്റ്റ് ടൈം ഹാൻസം ബോയ് അവൻ ഫ്രാക്ചറായി ഹോസ്പിറ്റലിൽ കിടന്നതാണ്. ഇപ്പൊ അതുപോലെ തന്നെ അവന്റെ കാലിൽ പരുക്ക് പറ്റിയിരിക്കുകയാണ്. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ഉപയോഗിച്ച് നിർത്താതെ കിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പാപ്പനാണെങ്കിൽ അതെല്ലാം തന്നെ ഒന്നും വിടാതെ ബ്ലോക്ക് ചെയ്യും. അപ്പാപ്പനാണെങ്കിൽ അവന്റെ കാല് പൂർണ്ണമായിട്ടും തട്ടി മാറ്റി മുഖത്താഞ്ഞൊരട്ടി. ആ ഒരു അട്ടിയിൽ അവന്റെ പിരി ഇളകുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ നിർത്താതെ സപ്പോർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഹാൻസം ബോയ്ക്ക് ആ പെയിൻ സഹിക്കാൻ പറ്റില്ല. മാസ്റ്റർ റോഷി ആണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കുകയാണ്. ആ സമയം ഹാൻസം ബോയ് വീണ്ടും ആളെ അറ്റാക്ക് ചെയ്യാനായിട്ട് എടുത്തു ചാടും. പക്ഷേ ആണെങ്കിൽ ഞൊടി ഇടയിൽ അങ്ങനെ ഇൻവിസിബിൾ ആവുകയാണ്. എയറിൽ നിന്നുകൊണ്ട് ഹാൻസം ബോയ് ചുറ്റും നോക്കും. അപ്പൊ അവന്റെ തൊട്ട് മുൻപിൽ ആള് കാല് മടക്കി അവന്റെ പുറകിൽ ഒരു ഒറ്റയട്ടി. ബാക്ക് ബോണിന് നല്ല ഇഞ്ചുറി പറ്റി അവനാണെങ്കിൽ താഴേക്ക് വീഴുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. അവനാണെങ്കിൽ ഇപ്പൊ എങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിൽക്കും. മൊട്ടപ്പനാണെങ്കിൽ ആ കിളവനെ തന്നെ നോക്കും. ഇദ്ദേഹത്തെ കാണുമ്പോൾ വലിയൊരു മാസ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗോകു ആണെങ്കിൽ ആളെ കാര്യമായിട്ട് ഒബ്സർവ് ചെയ്യാണ്. ആ സമയമായിരിക്കും ആ ഒരു അപ്പാപ്പൻ ഇപ്പോ ഹാൻസം ബോയോട് പറയാ, ഞാൻ നിങ്ങൾ കരുതും പോലെ ഒരു മനുഷ്യനല്ല, ഒരു ഏലിയനാണ്. ഈ ഒരു സീക്രട്ട് അത് നമുക്കിടയിൽ മാത്രം നിന്നാൽ മതി. ഞാൻ മറ്റൊരു പ്ലാനറ്റിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ ഗോകു ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഓ നോ, ആ അപ്പാപ്പൻ ആളൊരു ഏലിയനാണ്. മൊട്ടപ്പനാണെങ്കിൽ വണ്ടർ അടിച്ച്, ഗോകു നീ എന്തായി പറയണേ, എനിക്കൊന്നും കേൾക്കാനായിട്ട് പറ്റുന്നില്ല. അതിന് ഗോകു പറയും, ആളൊരു ഏലിയൻ ആണെന്നാണ് ഇപ്പോ ഹാൻസം ബോയോട് പറയണേ. ഹാൻസം ബോയ്ക്കാണെങ്കിൽ അതിൽ യാതൊരു അത്ഭുതവും ഇല്ല. നിങ്ങൾ ആരായാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ആരോടും ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മനുഷ്യരോട് മാത്രം ഫൈറ്റ് ചെയ്യാനല്ല ഞാനിതെല്ലാം പഠിച്ചത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത വലിയൊരു പവറുണ്ട്. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ അനുവദിക്കണം. അതിന് അപ്പാപ്പൻ ഓക്കെ പറയും. അടുത്തൊന്നും ഷവനാണെങ്കിൽ അവന്റെ പവർ റിലീസ് ചെയ്യുകയാണ്. മാസ്റ്ററും ഗോകുവും മൊട്ടപ്പനും മാർഷൽ ആർട്സ് മാനും എല്ലാവരും നോക്കി നിൽക്കെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവനൊരു പ്രത്യേകതരം പവർ അവന്റെ കയ്യിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു പവർ ആണെങ്കിൽ ബോൾ പോലെ അവന്റെ തലയ്ക്ക് മുൻപിൽ നിൽക്കും. നിങ്ങൾ ഈ ഒരു പവറിന് റെഡിയാണോ ചോദിക്കും. അത് കേട്ട് അപ്പാപ്പനാണെങ്കിൽ ഒന്ന് കിടുങ്ങും. അവനാണെങ്കിൽ ആ പവർ അപ്പാപ്പന് നേരെ വിടുകയാണ്. അപ്പാപ്പൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അതിൽ നിന്ന് വെട്ടിത്തിരിയും. പക്ഷെ അവനാണെങ്കിൽ ആ പവർ അത് വീണ്ടും അപ്പാപ്പന് നേരെ തന്നെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരും. അങ്ങനെ ഓരോ തവണ കൊണ്ടുവരുന്തോറും അപ്പാപ്പൻ എങ്ങനെയൊക്കെയോ ആ പവറിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അവസാനമായിട്ട് ആ പവർ അത് ആഞ്ഞടിപ്പിക്കും. അപ്പാപ്പൻ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് ചാടി മാറും. ആ പവർ അത് നിലത്ത് വീണ് പൊട്ടിത്തെറിക്കും. ഓ നോ, ഞാൻ കരുതിയതുപോലെയല്ല, നിന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള വലിയ പവറൊക്കെ ഉണ്ടല്ലേ. അത് കേട്ട് ഹാൻസം മാൻ അവൻ ചിരിക്കുകയാണ്. അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹാൻസം ബോയ് ക്രിയേറ്റ് ചെയ്ത ആ പവർ അതങ്ങനെ തറയിൽ നിന്ന് അപ്പാപ്പനെ ഇട്ടിച്ച് തെറിപ്പിക്കുകയാണ്. ആളുടെ കഥ കഴിഞ്ഞു എന്ന് കരുതി അവൻ ആശ്വസിച്ച് നിൽക്കുമ്പോൾ അപ്പാപ്പനാണെങ്കിൽ തെന്നി തിരിഞ്ഞു വന്ന് അവന്റെ ദേഹത്ത് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ അവൻ കംപ്ലീറ്റ് ആയി നോക്ക് ഡൗൺ ആയി ഇപ്പോൾ കളത്തിന് പുറത്തേക്ക് അടിച്ചു വീഴും. അപ്പാപ്പനും ഹാൻസം മാനും ആ ഒരു രണ്ടുപേരും ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നും. അത് ശരിക്കും ഫ്രണ്ട്ലി മാച്ച് തന്നെയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ബുൽമയാണെങ്കിൽ ഹാൻസം മാനെ തന്നെ നോക്കും. എത്രയൊക്കെ മത്സരങ്ങൾ നീ തോറ്റാലും എൻ്റെ ഹീറോ അത് നീ തന്നെയാണെന്ന് അവൾ മനസ്സിൽ പറയും. അപ്പാപ്പനാണെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഹാൻസം ബോയ്ക്ക് പറഞ്ഞു കൊടുക്കും. അവൻ ഹാപ്പി ആയിട്ട് യാതൊരു വിധത്തിലുള്ള പിണക്കോ ദേഷ്യമോ ഇല്ലാതെ അതെല്ലാം കേൾക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ കണ്ണുമ ചിമ്മാതെ അത്ഭുതത്തോടു കൂടെ തന്നെ അപ്പാപ്പനെ നോക്കുകയാണ്. ഗോകു ആണെങ്കിൽ തീർത്തു പറയും, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം, കാമെ ദ ഗാർഡിയൻ ഓഫ് ദ ഗോഡ്.
പക്ഷേ ഇത് ശരിക്കും എനിക്കൊരു ഷോക്ക് തന്നെയാണ്. നിങ്ങൾ ഇവിടേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞ് ഗോകു അങ്ങനെ നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ നിങ്ങളാണെങ്കിൽ അടുത്ത സെമി ഫൈനൽ കാണാനായിട്ട് ഉറവിളി കൂട്ടുകയാണ്. സ്റ്റാഫുകളാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഗോതയുടെ ചെറിയ ചെറിയ കേടുപാടുകൾ അത് പരിഹരിച്ച് അവിടുന്ന് കടന്നു പോകും. ആങ്കറാണെങ്കിൽ ഫൈനലിലേക്ക് കടക്കാൻ പോകുന്ന ആ ഒരു സെമി ഫൈനലിസ്റ്റുകളുടെ പേരുകൾ അത് അനൗൺസ് ചെയ്യും. ഒന്നാമതായിട്ട് ഗോകു, രണ്ടാമതായിട്ട് മാർഷൽ ആർട്സ്മാൻ, മൂന്നാമതായിട്ട് നിയർ മോൺസ്റ്റർ, നാലാമതായിട്ട് ആ ഒരു വയസ്സൻ അപ്പാപ്പൻ. ഇത്രയും പേരാണ് ഇപ്പോൾ അടുത്ത സെമി ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സോ ഇതിൽ 2 പേരായിരിക്കും അവസാനത്തെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുക. എല്ലാവരും ആകാംക്ഷയോട് കൂടെ അടുത്ത വേൾഡ് മാർഷൽ ആർട്സ് ടൂർണമെന്റിൽ ആരാണ് വിജയിക്കുക എന്നറിയാനായിട്ട് ശ്വാസമൊക്കെ മുറുക്കെ പിടിച്ച് കാത്തിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷവും പ്രതീക്ഷയുണ്ട്. കാരണം നമ്മുടെ ടീമിലെ 2 പേര് ഫൈനൽ മത്സരത്തിലുണ്ട്. ആണെങ്കിൽ ഇപ്പൊ 4 മത്സരാർത്ഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ ചീച്ചി പെണ്ണാണെങ്കിൽ ഗോകുവിന്റെ മുഖത്തെ വിയർപ്പും ഒക്കെ തൂത്തു കൊടുത്ത് അവനോടൊപ്പം നിൽക്കുകയാണ്. ഗോകു ആണെങ്കിൽ അവളെ ചേർത്ത് പിടിച്ച് നിന്റെ കൺസേൺ ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി, പക്ഷെ ഇത് മത്സരിക്കാനുള്ള സമയമാണെന്ന് പറയും. ആങ്കർ ആണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ആയിട്ട് മത്സരിക്കാൻ പോകുന്ന മാർഷൽ ആർട്സ് മാനെയും ഗോകുവെയും അവർ 2 പേരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടെ അങ്ങനെ ഉറ്റുനോക്കും. മാസ്റ്റർ ആണെങ്കിൽ ഈ എക്സ്പെക്ടേഷൻ തന്നെയാണ് ഈ ഒരു മാച്ചിന് കൊടുത്തിരിക്കുന്നത്. ഉറപ്പായാലും ഇവരുടെ പവർ അതെനിക്ക് ഇന്ന് കാണാനായിട്ട് കഴിയും. 3 വർഷത്തിനുള്ളിൽ അവരുടെ ഡെവലപ്മെന്റ്സ് അതിന് ഞാൻ സാക്ഷിയാവാൻ പോവാണ്. ആങ്കറും അതേ കാര്യം തന്നെയായിരിക്കും ഇപ്പൊ മൈക്കിലൂടെ പറയുക. ലാസ്റ്റ് ടൈം നമ്മൾ ഇവരുടെ ഫൈറ്റ് കണ്ടതാണ്. ഫസ്റ്റും സെക്കൻഡും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെ നേടിയവരാണ് ഇവർ 2 പേരും. ഈ 3 വർഷത്തിനുള്ളിൽ ഇവർക്കുണ്ടായ മാറ്റങ്ങൾ അത് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ വലിയ ഹൈപ്പ് കൊടുക്കും. ജനങ്ങളാണെങ്കിൽ പ്രതീക്ഷയോട് കൂടെ ആരോ ഉയർത്തി കൈകൊട്ടാനായിട്ട് തുടങ്ങും. മാർഷൽ ആർട്സ്മാനും ഗോകുവും അവർ 2 പേരും ഫേസ് ടു ഫേസ് നോക്കും. നമ്മുടെ 3 വർഷത്തെ ഈ ഒരു അധ്വാനവും ട്രെയിനിങ്ങും അത് കാണാനാണ് നമ്മളും അതുപോലെ തന്നെ ജനങ്ങളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഉറപ്പായിട്ടും നമ്മുടെ ബെസ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ 2 പേരും ഇപ്പൊ ഗോതയിലേക്ക് ചാടി വരും. അതേസമയം മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിന്റെ ഫൈറ്റ് കാണാനായി കടന്നു വരികയാണ്. തൊട്ടു പുറകില് ഗാഡ് അപ്പാപ്പൻ ആള് ആ ഒരു മോൺസ്റ്ററിനെ ടെററായിട്ട് നോക്കും. ഇവിടെ ഫൈറ്റ് ആരംഭിക്കും. സ്റ്റാർട്ടിങ് തന്നെ ഗോകുവും ആ ഒരു മോൺസ്റ്ററും അവർ 2 പേരും ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഗോകുവും മാനും ഫ്ലൈറ്റിന്റെ വേഗതയിൽ അങ്ങനെ മുകളിലേക്ക് കുതിച്ചു പായാണ്. മാർഷൽ ആർട്സ്മാൻ ആണെങ്കിൽ പവറൊക്കെ ഗോകുവിന് നേരെ ഉപയോഗിക്കും. അവരത് ഡോച്ച് ചെയ്യും. അവരാണെങ്കിൽ വീണ്ടും ആകാശത്ത് നിന്ന് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവിടെ ആങ്കർ ആണെങ്കിൽ ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കിയായിരിക്കും കമന്ററി കൊടുത്തുകൊണ്ടേയിരിക്കുക. അവരാണെങ്കിൽ പരസ്പരം ഇടിച്ചും അടിച്ചും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് സ്റ്റേജിൽ ഒന്ന് നിൽക്കും. അതിനുശേഷം 2 പേരും മുഴുവൻ സ്പീഡിൽ കറങ്ങി വന്ന് ഇൻവിസിബിൾ ആവുകയാണ്. മാസ്റ്ററിന്റെ കണ്ണുകൾ 2ഉം പുറത്തേക്ക് തള്ളി വരും. അവരാണെങ്കിൽ ഇൻവിസിബിളായി ഫൈറ്റ് ചെയ്യും. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും ഗോകുവിന്റെയും മാർഷൽ ആർട്സ് മാന്റെയും അൾട്ടിമേറ്റ് പവറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ 2 പേരും ഇൻവിസിബിൾ ആണ്, പക്ഷെ അവരുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അവർ ഈ ഗോതയിൽ വെച്ച് തന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. ഹ്യൂമൻസ് ഞാൻ കരുതിയതുപോലെയല്ല, ഭയങ്കര ക്രേസി ആണെന്ന് പറഞ്ഞ് ആ മോൺസ്റ്റർ ആണെങ്കിൽ അവരുടെ ഫൈറ്റ് കാണും. ഒട്ടപ്പനാണെങ്കിൽ അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരെ കാണാനായിട്ട് കഴിയില്ല. നീലപ്പെണ്ണിനും ഭയങ്കര അത്ഭുതം. അതേസമയം ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ അവരെ കറക്റ്റ് ആയിട്ട് കാണും. മാർഷൽ ആർട്സ് മാനും ആണെങ്കിൽ ഒരുപാട് നേരം ഇടിച്ചും അടിച്ചും അങ്ങനെ പരസ്പരം കൈകോർത്ത് നിൽക്കുകയാണ്. അടുത്ത നിമിഷം എല്ലാവർക്കും മുൻപിൽ അവർ 2 പേരും വിസിബിൾ ആണ്. 2 പേരും വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് അവരുടെ മസിൽ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ ലോഞ്ച് ആണെങ്കിൽ മുകളിലേക്ക് വെടിവെച്ച് മാർഷൽ ആർട്സ് മാന് സപ്പോർട്ട് കൊടുക്കുകയാണ്. ഗോകു ആണെങ്കിൽ മാർഷൽ ആർട്സ് മാനെ മുകളിലേക്ക് കിക്ക് ചെയ്യും. അവൻ അങ്ങനെ ഇൻവിസിബിൾ ആയി പുറകിലൂടെ വന്ന് ഗോകു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അത് നമ്മുടെ ഗോകു ആണ്, കഥാനായകനാണ്. അവനാണെങ്കിൽ നൈസായിട്ട് ഇപ്പൊ മാർഷൽ ആർട്സ് മാന്റെ ആ ഒരു പവർ സെൻസ് ചെയ്ത് ഓരോ ഭാഗത്തേക്ക് തെന്നി മാറും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോകുയെ പിടിച്ചു വലിച്ച് അവനെ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. പക്ഷെ ഞൊടി ഇടയിൽ അവൻ ഇൻവിസിബിളായി മറ്റൊരു ഭാഗത്ത് വന്ന് വിസിബിളായി മാർഷൽ ആർട്സ് മാനെ നോക്കി ചിരിക്കും. ഇവിടെ മാസ്റ്റർ റോഷി ആണെങ്കിൽ അടിച്ചു പറയും ഉറപ്പായാലും ഈ ഒരു മാച്ചിൽ ഗോകു തന്നെ ജയിക്കും. അവന്റെ പവറും പുതിയ ടെക്നിക്സും അതെനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.